ഭരണപരമായ വീഴ്ച പത്മകുമാറിന് സംഭവിച്ചിട്ടുണ്ട്. ഇതേ ഭരണപരമായ വീഴ്ചയാണ് വാസുവിനും സംഭവിച്ചത്. ഉണ്ണികൃഷ്ണൻ പോറ്റി അയച്ച ഒരു കത്തിന് അത് ഗൗരവപൂർവ്വം പരിഗണിക്കാതെ അത് പകരം ദേവസ്വം കമ്മീഷണർക്ക് അയച്ചു. ആ സമയത്ത് എൻ വാസുവിന് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഈ നടപടി അല്ലെങ്കിൽ ഈ കൊള്ള അന്നേ പിടിക്കാമായിരുന്നു എന്നുള്ളതാണ്. ഇതിനും അപ്പുറത്തേക്ക് ഇവരാരെങ്കിലും ₹1 സാമ്പത്തിക നേട്ടമുണ്ടാക്കി എന്ന് ഇതുവരെയും കണ്ടെത്തിയിട്ടില്ല. ഈ നിമിഷം വരെയും കണ്ടെത്തിയിട്ടില്ല. ഈ റിമാൻഡ് റിപ്പോർട്ടിലും അത് പറയുന്നില്ല. അപ്പോൾ പിന്നെ എങ്ങനെയാണ് നേരിട്ട് നമ്മൾ ഈ ഘട്ടത്തിൽ നടപടിയെടുക്കുക? പക്ഷെ അപ്പോഴും ഞാൻ പറയുന്നു, പാർട്ടി നടപടിയെടുക്കണം. പക്ഷേ പാർട്ടി നടപടിയെടുക്കേണ്ട സമയം ഇതല്ല. കാര്യം കുറ്റാരോപിതനായിരിക്കുന്ന ഒരു ഘട്ടത്തിൽ ഇത് ചാർജ് ഷീറ്റ് വരുന്ന സമയത്ത് ഇനിയും കൂടുതൽ തെളിവുകൾ വരാനിരിക്കുന്നു. ഇതൊരു ഭരണപരമായ വീഴ്ചയാണെങ്കിൽ തീർച്ചയായിട്ടും ആ വീഴ്ചയ്ക്ക് മറുപടി പറയേണ്ടതുണ്ട്. ഇതുവരെയും നമ്മൾക്ക് ലഭ്യമായിരിക്കുന്ന തെളിവുകൾ അനുസരിച്ച് ഞാൻ അന്ന് മുതലേ പറയുന്നത് ഒരു സൂപ്പർവൈസറി ലാപ്സ് ഈ വിഷയത്തിൽ ഉണ്ടായിട്ടുണ്ട്, ഒരു ഭരണപരമായ വീഴ്ച ഉണ്ടായിട്ടുണ്ട്. അതിനുമപ്പുറത്തേക്ക് സ്വർണം വിറ്റ് ഏതെങ്കിലും സാമ്പത്തിക ലാഭം ഉണ്ടാക്കി എന്ന ഒരു പരാതി ഇപ്പോൾ ഈ കേസ് അന്വേഷിക്കുന്ന SITക്കുമില്ല, റിമോണ്ട് റിപ്പോർട്ടിൽ അത് വ്യക്തമാകുന്നതുമില്ല. ഇത് വരട്ടെ. ഈ കേസിന്റെ അന്വേഷണത്തിൽ അടുത്ത ഘട്ടത്തിലാണല്ലോ സാമ്പത്തിക ഇടപാടുകൾ വരുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ഇതിന്റെ പേരിൽ സാമ്പത്തിക ഇടപാട് നടത്തിയിട്ടുണ്ടെങ്കിൽ പത്മകുമാറിനെ സംരക്ഷിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. ഈ പാർട്ടി പൂർണ്ണമായിട്ടും അത് തള്ളിക്കളയും. അതിനകത്ത് ഒരു സംശയവുമില്ല. അതുകൊണ്ടാണ് പറഞ്ഞത് കുറ്റപത്രം വരട്ടെ, അതല്ലെങ്കിൽ ഏതൊക്കെ കുറ്റങ്ങളാണ് ചെയ്തിരിക്കുന്നതെന്ന് പറയട്ടെ. നിലവിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഭരണപരമായ വീഴ്ച എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്.